കെ.സി. വേണുഗോപാൽ എം.പിക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചു. അദാനിയുടെ മുൻപിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ചൂണ്ടൽ, പുതുശ്ശേരിയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിലും മരങ്ങൾ കടപുഴകി വീണു. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാത വീണ്ടും വെള്ളക്കെട്ടിലായി. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. പിറവം സ്വദേശി ഡാനിയേലാണ് 11ാം വയസ്സിൽ ഭരതനാട്യം പഠിക്കാനെത്തിയത്. ചാലക്കുടിയിലെ അടിപ്പാത വിഷയം വീണ്ടും ചർച്ചയാകുന്നു. അടിപ്പാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് എം.പിയും എം.എൽ.എയും തയ്യാറാകാത്തതിനെതിരെ എൽ.ഡി.എഫ് കൌൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കുളം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. ഉടൻ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരം നടത്തുമെന്ന് വാർഡ് കൌൺസിലർ. അകമലയിൽ അടച്ചുപൂട്ടിയ വനം വകുപ്പ് ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമായത് ജീവനക്കാർക്കിടയിലെ യൂണിയനുകൾ തമ്മിലുള്ള തർക്കം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. അദാനിയുടെ മുൻപിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. ആരോപിച്ചു. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു എം.പി. അദാനിക്ക് കച്ചവട താൽപര്യമുള്ള കമ്പനി കേരള തീരത്തെ വിനാശത്തിന്റെ വരുതിയിലേക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും വഴിതെളിച്ചപ്പോൾ ന്യായമായും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട സംസ്ഥാന സർക്കാർ അദാനിക്കും വേണ്ടി നിലകൊണ്ടു. എന്തുകൊണ്ടാണ് കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാൻ 17 ദിവസം വൈകിയത് എന്നതിന് സർക്കാർ ഉത്തരം പറയണം. കേരള തീരം കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചാൽ കേരള പൊതുസമൂഹം വിടില്ല എന്നുള്ളതിനാലാണ് സർക്കാരിന് അവസാനം കീഴടങ്ങേണ്ടി വന്നതെന്നാണ് യാഥാർത്ഥ്യമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നിലമ്പൂരിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. നിലമ്പൂരിൽ മനുഷ്യമൃഗ സംഘർഷം ഉൾപ്പെടെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ജനകീയ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് താൽപര്യമില്ലെന്നും എം.പി. പറഞ്ഞു. കെ.സി. വേണുഗോപാൽ എം.പിക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചു. വൈകിട്ട് 5 മണിക്കാണ് എം.പി. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതുപ്രകാരം അതിഥി മന്ദിരത്തിന്റെ പൂമുഖത്ത് മാധ്യമപ്രവർത്തകർ എത്തി. എന്നാൽ എം.പി. എത്തുന്നതിന് തൊട്ടുമുൻപ് ദേവസ്വം അനുമതി നിഷേധിക്കുകയായിരുന്നു. രാഷ്ട്രീയ സംബന്ധമായ കാര്യങ്ങളിൽ വാർത്താ സമ്മേളനം നടത്താൻ അതിഥി മന്ദിരം അനുവദിച്ചു തരാനാകില്ലെന്ന് ദേവസ്വം മാനേജർ എം.പിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഫോണിൽ വിളിച്ചറിയിച്ചു. ഇതുപ്രകാരം അതിഥി മന്ദിരത്തിന് പുറത്താണ് എം.പി. വാർത്താ സമ്മേളനം നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. വ്യാഴാഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധിക ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നത്. 12 ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുത ഉൽപ്പാദനവും ആരംഭിച്ചു. ഡാം തുറന്നതോടെ കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതോൽപാദനത്തിനായി കെ.എസ്.ഇ.ബി വാൽവിലൂടെ 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളവും റിവേഴ്സ് ലൂയിസിലൂടെ സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളവുമാണ് തുറന്നുവിടുന്നത്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 76.40 മീറ്റർ വരെ വെള്ളം സംഭരിക്കാവുന്ന ചിമ്മിനിയിൽ ബുധനാഴ്ച വൈകിട്ട് 66.45 മീറ്റർ മാത്രമാണ് ജലനിരപ്പ്. ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. കാലവർഷം കനക്കുന്നതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം ആറങ്ങാലിയിലെ കേന്ദ്ര ജല കമ്മീഷൻ സൈറ്റിൽ 2.69 മീറ്ററാണ് രേഖപ്പെടുത്തിയ പുഴയിലെ ജലനിരപ്പ്. 2 ദിവസമായി പുഴയിലെ വെള്ളം കൂടുന്നുണ്ടെങ്കിലും ഡാമുകളിലെ അവസ്ഥ മറിച്ചാണ്. ബുധനാഴ്ച പുരിങ്ങൽകുത്തിൽ രേഖപ്പെടുത്തിയത് 415.65 മീറ്റർ. 424 മീറ്ററാണ് സംഭരണശേഷി. ഇതേസമയം 2612 അടിയാണ് ഷോളയാർ ഡാമിലെ ജലനിരപ്പ്. മൈനസാണ് രേഖപ്പെടുത്തിയത്.
ചാർപ്പ, കണൻകുഴി, കപ്പത്തോട് തുടങ്ങിയ കൈവഴികളിൽ നിന്നും വലിയ തോതിൽ വെള്ളം ചാലക്കുടി പുഴയിൽ എത്തുന്നുണ്ട്. മഴ കനത്തതോടെ ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാത വീണ്ടും വെള്ളക്കെട്ടിലായി. ബുധനാഴ്ച മണിക്കൂറുകളോളമാണ് അടിപ്പാതയിൽ വെള്ളം കെട്ടിനിന്നത്. ഇതോടെ വാഹനങ്ങളുടെ യാത്രയും ദുഷ്കരമായി. ഇരുഭാഗത്തെ സർവീസ് റോഡുകളിലും വെള്ളം കെട്ടിനിന്നു. അടിപ്പാത നിർമ്മാണം തുടങ്ങിയ കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ് മഴക്കാലത്തെ ഇവിടത്തെ ദുരിതം. റോഡരികിലെ കാനകൾ ശുചീകരിക്കാത്തതാണ് പ്രധാന പ്രശ്നം. അഴുക്കുചാലിന്റെ എല്ലാ ഭാഗത്തും പുല്ലുപിടിച്ച് കിടക്കുകയാണ്. ചൂണ്ടൽ മരത്തങ്കോട് റോഡിൽ പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുന്നംകുളം തൃശൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ചേലക്കരയിലേക്ക് മെറ്റലെടുക്കാൻ പോകുന്നതിനിടയിലാണ് സംഭവം. അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മരം വീണതോടെ മേഖലയിൽ വൈദ്യുത ബന്ധം താറുമാറായി. ചൂണ്ടൽ മരത്തങ്കോട് റോഡിൽ പ്രധാനമായും ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കയിൽ തെങ്ങും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഗുരുവായൂർ പഞ്ചാരമുക്ക് EK നായനാർ റോഡിലാണ് 2 തെങ്ങുകളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണത്. വാർഡ് കൌൺസിലർ PK നൌഫൽ സ്ഥലത്തെത്തി തെങ്ങുകൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ ഡാനിയേലാണ് 11ാം വയസ്സിൽ ഭരതനാട്യം പഠിക്കാൻ എത്തിയത്. കലാമണ്ഡലത്തിലെ അധ്യാപകനായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് 6 മാസം ഭരതനാട്യം പഠിക്കുന്നത്. ഇവർ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നവരാണ്. ഡാനിയലിനെ ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സാധിച്ചു കൊടുക്കുകയായിരുന്നു. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും അവസരം കലാമണ്ഡലം ഒരുക്കിയത്. ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ എത്തുന്നതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പറഞ്ഞു. വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിനെ കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ആദ്യമായി കലാമണ്ഡലത്തിലെത്തിയ ഭരതനാട്യം വിദ്യാർത്ഥിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണെന്ന് കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി സംഗീത പ്രസാദും വ്യക്തമാക്കി. TCV ചെറുതുരുത്തി. ചാലക്കുടിയിലെ അടിപ്പാത വിഷയം വീണ്ടും ചർച്ചയാകുന്നു. അടിപ്പാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് MPയും MLAയും തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ചാലക്കുടി നഗരസഭയിലെ LDF കൌൺസിലർമാർ അടിപ്പാതയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കൺവീനർ TP ജോണി ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദലിക്കാടൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൌൺസിലർ VJ ജോജി, KA അജിതൻ, പോളി ഡേവിസ് എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ചയും അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയിലെ ചാലക്കുടി അടിപ്പാത വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചാ വിഷയമാക്കുകയാണ്. ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനെടുത്ത വർഷങ്ങൾ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ അലയടിക്കുന്നു. അടിപ്പാതയിലൂടെ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിനിടെ MLA സനീഷ് കുമാർ ജോസഫ് പുറത്തിറക്കിയ വികസന രേഖയിൽ അടിപ്പാത പൂർത്തിയാക്കിയത് തന്റെ മികച്ച നേട്ടമാണെന്ന് അവകാശപ്പെട്ടു. വികസന രേഖയ്ക്കെതിരെ രംഗത്ത് വന്ന LDF ഇപ്പോൾ അടിപ്പാതയെ മുൻനിർത്തിയുള്ള പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. TCV ചാലക്കുടി. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ മുൻനിർത്തി സമരം നടത്തുമെന്ന് വാർഡ് കൌൺസിലർ TK ഷാജു പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭ 38ാം വാർഡിലാണ് തളിയക്കോണം ബാബുജി സ്മാരക സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോർട്സ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലാക്കാനുള്ള നവീകരണ പ്രവൃത്തികൾ 2023 മാർച്ച് 25-ന് മന്ത്രി R ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. നവീകരണത്തിനായി ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്റ്റേഡിയം കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറുകയായിരുന്നു. 70 ലക്ഷം രൂപയുടെ പ്രവൃത്തികളിൽ 40 ലക്ഷത്തിലേറെ രൂപയുടെ പണികൾ പൂർത്തിയായി. ഗ്രൗണ്ട് നിരപ്പാക്കുന്നതിനായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണരിച്ച് മിനുസമുള്ള പൊടിയാക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തുവന്നിരുന്നത്. എന്നാൽ മഴ പെയ്തതോടെ നിർമ്മാണം നിലച്ചു. പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഗ്രൗണ്ടിന്റെ പിൻവശത്തുള്ള വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്.
വളരെ നല്ല രീതിയിൽ കിടന്നിരുന്ന മൈതാനം ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയതിനാൽ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ എത്രയും വേഗം സമീപത്തെ വീടുകളിലേക്കുള്ള നീരൊഴുക്ക് തടയുകയും മഴ മാറുന്നതോടെ നവീകരണം പൂർത്തിയാക്കി യുവജനങ്ങൾക്ക് കളിസ്ഥലം കൈമാറുകയും വേണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLAയുമായ ആർ ബിന്ദുവിന്റെ ക്യാമ്പ് ഓഫീസിനു മുന്നിൽ ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. വെട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFEയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവൽ റോക്കി കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക്. അകമലയിൽ അടച്ചുപൂട്ടിയ വനം വകുപ്പ് ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. തൃശൂർ ഷൊർണൂർ റോഡരികിലായി മുള്ളൂർക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഈ ദുർഗതി. വർഷങ്ങൾക്ക് മുൻപ് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ 15ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ അടച്ചുപൂട്ടി. തുടർന്ന് വെറ്റിനറി ക്ലിനിക്കും അടച്ചു. ഇതോടെ മുള്ളൂർക്കര, പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും വന്യമൃഗശല്യങ്ങളും മറ്റു വനം കൊള്ളകളും അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. വന്യജീവികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അകമലയിലെ വെറ്റിനറി ക്ലിനിക് അടച്ചുപൂട്ടിയതോടെ ഇല്ലാതായി. നെല്ലിയാമ്പതി, ചാലക്കുടി, നെന്മാറ, പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷനുകളിൽ നിന്ന് വന്യജീവികളെയും പക്ഷികളെയും ചികിത്സയ്ക്ക് ഈ വെറ്റിനറി ക്ലിനിക്കിൽ എത്തിക്കാറുണ്ട്. ക്ലിനിക് അടച്ചതോടെ വന്യജീവികളുടെ ചികിത്സയ്ക്ക് മറ്റിടങ്ങൾ തേടേണ്ടി വരുന്നു. വടക്കാഞ്ചേരിയിലുണ്ടായിരുന്ന അകമലയിലുണ്ടായിരുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ അതിപ്പോൾ തെക്കിങ്കരയിലേക്ക് മാറ്റി എന്ന് പറയുന്നു. പക്ഷേ അതിനുള്ള ടാസ്ക് ഫോഴ്സോ അതിൻ്റേതായ അടിസ്ഥാന സൗകര്യങ്ങളോ അവിടെ ഇല്ല. അത് ഇവിടുന്ന് മാറ്റിയോടുകൂടി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോലും ജനങ്ങൾക്ക് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ബന്ധപ്പെടാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്ലിനിക്ക് പാലക്കാട് മുതൽ ഇങ്ങോട്ടുള്ള വനമേഖലയിൽ പരിക്കുപറ്റുന്ന വന്യമൃഗങ്ങളെയും ഒക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കാണ്. ഇപ്പം അത് നിർജീവമാണ്. ചന്ദനം, തേക്ക് മരമോഷണം നടത്തുന്ന വനം കൊള്ളക്കാർക്കും ഫോറസ്റ്റ് സ്റ്റേഷൻ അടച്ചത് അനുഗ്രഹമായി. ജീവനക്കാർക്കിടയിലെ യൂണിയനുകളുടെ തർക്കമാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമെന്ന് പറയുന്നു. എത്രയും വേഗം അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV, വടക്കാഞ്ചേരി. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. പ്രധാന അധ്യാപിക KA സുജനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, AEO A മൊയ്തീൻ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ MLA ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു. നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കുമെന്നും MLA അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LPSലെ ചില കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും വയറിളക്കം പോലുള്ള പനിയും അതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാം ഇടപെടൽ അടിയന്തരമായിട്ടുണ്ടായി. കുട്ടികളെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കേണ്ടവരെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും സ്ഥിതി ഗുരുതരമല്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടികളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ആലോചിക്കാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ കാര്യം നമുക്ക് പെടുത്താം. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവായിട്ടുള്ള തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാനാവും. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബന സുഗതൻ, മെമ്പർമാരായ NP അജയൻ, ES സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു എന്നിവരും സന്നിഹിതരായിരുന്നു. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച വിങ്കടങ്ങ് തോയക്കാവ് സ്വദേശി മാടക്കായിൽ മുഹമ്മദിന്റെ ഭാര്യ ജസ്നയുടെയും മകൾ റൂഹി മെഹറിന്റെയും മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിച്ചേക്കും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ എത്തിച്ചിട്ടുണ്ട്. അപകട വിവരം അറിഞ്ഞ് മുരളി പെരുന്നെല്ലി MLA മുഹമ്മദിന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. നോർക്കയുമായും പ്രവാസികാര്യ വകുപ്പുമായും ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും MLA വീട്ടുകാരെ അറിയിച്ചു. അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. മുഹമ്മദ് ആണെങ്കിൽ അവിടെ നെയ്റോബിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാവിധ നടപടികളും അതിൻ്റെ ഔദ്യോഗിക നിലവാരത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ ഇനി 2 ദിവസം ചുരുങ്ങിയത് പിടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താമസിയാതെ മൃതദേഹം ഇവിടെ എത്തും. മുഹമ്മദും വളരെ ഗുരുതരമായ പരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹവും ഈ മൃതദേഹത്തോടൊപ്പം നാട്ടിലെത്താനുള്ള സാധ്യതയുണ്ട്. ഈ അപകടത്തിൽ അതുപോലെ ഈ മരണത്തിൽ ദുരന്തമനുഭവിച്ച എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, സുഹൃത്തുക്കൾക്ക് അവരോടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സീബ്ര ലൈനുകൾ മാഞ്ഞതിനാൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ കാൽനട യാത്രികരെ കാത്തിരിക്കുന്നത് അപകടം. നഗരത്തിലെ വടക്കേനട, ചന്തപ്പുര ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ വാഹനത്തിരക്കേറിയ റോഡ് മുറിച്ചുകടക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയാണ്. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലുണ്ടായിരുന്ന സീബ്ര ലൈൻ കാണാൻ പോലുമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ദീർഘദൂര വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊടുങ്ങല്ലൂർ നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വഴിയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സീബ്ര ക്രോസിംഗ് സംവിധാനം ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CPM പ്രവർത്തകനായ യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BJP RSS പ്രവർത്തകരായ പ്രതിയെ വിവിധ വകുപ്പുകളിലായി 12 വർഷം 9 മാസം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചൂണ്ടൽ പഴുന്നാന സ്വദേശി മുതിരപ്പറമ്പത്ത് വീട്ടിൽ അഖിലിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 9 മാസം കഠിന തടവും അനുഭവിക്കണം. പഴുന്നാന സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ ശരത്, സുഹൃത്ത് അർജുൻ എന്നിവരെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. ഇലത്താള പ്രമാണി ചേലക്കര സൂര്യന്റെ വിയോഗത്തിൽ തിരുവല്ലാമലയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പഠനകേന്ദ്രത്തിന്റെ പ്രസിഡന്റ് K. ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇലത്താള കലാകാരൻ പാഞ്ഞാൾ വേലുക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ഐവർമഠം മാനേജിംഗ് ട്രസ്റ്റി MV അശോകൻ വാര്യർ, ഇടയ്ക്ക കലാകാരൻ തിരുവല്ലാമല ഹരി തുടങ്ങിയവർ സംസാരിച്ചു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. കൊല്ലപ്പെട്ട രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനെ തേടിയാണ് തിരച്ചിൽ. പോലീസ് സംഘം ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പ്രേംകുമാർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പോലീസിന് കിട്ടുന്ന സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. തൃശൂർ റൂറൽ SP B. കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ DYSP സുരേഷ്, കാട്ടൂർ SHO ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രേംകുമാറിനെതിരെ 3 ഭാഷയിൽ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളടക്കം പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ സൂത്രശാലിയായ സൈക്കോ ക്രിമിനലാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്രേംകുമാർ സ്വന്തമായി ഫോൺ ഉപയോഗിക്കുന്നില്ല. വളരെ വലിയ ആസൂത്രണം കൊലപാതകത്തിന് മുന്നേ ഇയാൾ നടത്തിയിരിക്കാമെന്നാണ് കരുതുന്നത്. രണ്ടാമത്തെ കൊലപാതകമായതിനാൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള വഴികളും അയാൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. എങ്കിലും പ്രേംകുമാർ വൈകാതെ തന്നെ വലയിലാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസ്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പടിയൂരിലെ വാടക വീടിനുള്ളിൽ
മണിയെയും മകൾ രേഖയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പെരിഞ്ഞനം കൊറ്റംകുളത്ത് യുവാക്കളെ ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി കാരനാട്ട് വീട്ടിൽ ശ്രീജിത്ത്, പെരിഞ്ഞനം സ്വദേശി മൂത്താംപറമ്പിൽ വീട്ടിൽ ദിൽജിത്ത് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ PV ഹരിഹരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരിഞ്ഞനം കൊറ്റംകുളം സ്വദേശി പനങ്ങാട്ട് വീട്ടിൽ ജിനേഷി, സുഹൃത്ത് മണികണ്ഠൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. കൊടുങ്ങല്ലൂരിൽ ആഡംബര ബൈക്ക് മോഷണം പോയി. ചന്തപ്പുരയിൽ ഇന്ദിരാഭവൻ പരിസരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന KL 42 R 8741 എന്ന നമ്പറുള്ള ഡ്യൂക്ക് ബൈക്കാണ് മോഷ്ടിച്ചത്. 9-ാം തീയതി പുലർച്ചെയായിരുന്നു സംഭവം. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത തിമിലപ്രമാണി അന്നമനട പരമേശ്വരമരാർ ഓർമ്മയായിട്ട് വ്യാഴാഴ്ച 6 ആണ്ട് തികയുന്നു. വർഷങ്ങളോളം തൃശൂർ പൂരത്തിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യ നിരയെ നയിച്ച ഈ അതുല്യ പ്രതിഭയെ കൂപ്പുകൈകളോടെ ഓർമ്മിക്കുകയാണ് വാദ്യകലാലോകം. അന്നമനട പരമേശ്വരമാരാർ കുട്ടിക്കാലത്ത് കണ്ടതും കേട്ടതും ആസ്വദിച്ചതുമെല്ലാം വാദ്യകലയായിരുന്നു. അമ്മാവന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് വാദ്യകലയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച പരമേശ്വരമാരാർ പിന്നീട് കേരള കലാമണ്ഡലത്തിൽ ചേർന്നാണ് പഞ്ചവാദ്യം അഭ്യസിച്ചത്. കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യത്തിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. തുടർന്ന് അവിടെ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. പ്രസിദ്ധരായ പല്ലാവൂർ സഹോദരങ്ങൾക്ക് കീഴിലായിരുന്നു പരമേശ്വരമാരാരുടെ ഉപരിപഠനം. പല്ലാവൂർ സഹോദരങ്ങൾക്കു ശേഷം മഠത്തിൽ വരവിന്റെ സാരഥ്യമേറ്റെടുത്ത പരമേശ്വരമാരാർ തന്റെ അതുല്യമായ തിമിലവാദനത്തിലൂടെ വർഷങ്ങളോളം പൂരപ്രേമികളെ ആവേശം കൊള്ളിച്ചു. 2018 തൃശൂർ പൂരത്തിലാണ് അവസാനമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യ നിരയെ ഈ അനശ്വര കലാകാരൻ നയിച്ചത്. മാള അന്നമനടയാണ് പരമേശ്വരമാരാരുടെ ജന്മദേശമെങ്കിലും കൊടകരയിലായിരുന്നു താമസം. സാംസ്കാരിക വകുപ്പിന്റെ പല്ലാവൂർ പുരസ്കാരമടക്കം ഒട്ടേറെ ബഹുമതികളാണ് പരമേശ്വരമാരാരെ തേടിയെത്തിയത്. കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം പഞ്ചവാദ്യ നിരയെ നയിച്ച അന്നമനട പരമേശ്വരമാരാർ നിരവധി വിദേശ രാജ്യങ്ങളിലും പഞ്ചവാദ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 ജൂൺ 12-നാണ് അന്നമനട എന്ന അതുല്യ പ്രതിഭ ഓർമ്മയായത്. TCV കൊടകര. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. കലാമണ്ഡലത്തിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും മുൻ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കേരള കലാമണ്ഡലം സംരക്ഷണ സമിതി പൊതുയോഗം നടന്നു. കലാമണ്ഡലത്തെ സംരക്ഷിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് യോഗം ചേർന്നത്. മഹാകവി വള്ളത്തോളിന്റെ പേരമകൻ മുരളി വള്ളത്തോളിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കലാമണ്ഡലം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ രൂപീകരിച്ച സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും പോലീസ് സ്ഥാപിച്ച പരാതിപ്പെട്ടിയും ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പരാതിപ്പെട്ടിയുടെ ഉദ്ഘാടനം പുതുക്കാട് SHO M. മഹേന്ദ്രസിംഹൻ നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിനി M. കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കുട്ടികൾക്ക് അവർ നേരിടുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ചും പോലീസിലേക്ക് രഹസ്യമായി പരാതികൾ നൽകുന്നതിന് വേണ്ടി സ്കൂളിൽ സ്ഥാപിക്കുന്നതാണ് പരാതിപ്പെട്ടി. യോഗത്തിൽ അളകപ്പനഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ, പുതുക്കാട് SI H. ഫിറോസ്, PTA പ്രസിഡന്റ് NS ശാലിനി, വിദ്യാലയ വികസന സമിതി ചെയർമാൻ K. ശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. മഴ പെയ്തു തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായ മല്ലൻകുഴിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്.
തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടങ്ങോട് മല്ലംകുഴി നീർച്ചോല. ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത്. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത്. അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ വന്നാൽ പേടിക്കാണ്ട് കളിക്കാം. എല്ലാവർക്കും അടിച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നീന്തി കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മീനിനെ പിടിക്കുക, ചാടാനൊക്കെ പറ്റും. വൈബിളുള്ള സ്ഥലമാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്ന് സ്കൂൾ ഇപ്പോൾ നാളെ തുറക്കുക എന്നുള്ള നിലയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചപ്പോൾ കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ മല്ലൻകുഴിനെ കുറിച്ച് ഓർമ്മ വന്നത്. മഴയൊക്കെ പെയ്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടറാണ്. അധികം വെള്ളമില്ല. നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് ഇനിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് കുറേ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മല്ലൻകുഴി എന്ന് പറയുന്നത്. ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട്. അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകി. വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലംകുഴി നീർച്ചോല. അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമേതം ഇങ്ങോട്ട് വരാം. മറ്റൊരു പ്രത്യേകതയുണ്ട്. മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കദളിപ്പഴം ഉൽപ്പാദിപ്പിച്ചു നൽകിയിരുന്ന കദളിവനം പദ്ധതി പുനരാരംഭിക്കുന്നു. മുൻ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് 2009 രൂപം നൽകിയതാണ് കദളിവനം പദ്ധതി. 2020 കോവിഡ് ലോക്ഡൌൺ വരെ 1.25 കോടിയിലേറെ കദളിപ്പഴം ഉൽപ്പാദിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്നു. ലോക്ഡൌണിനെ തുടർന്ന് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കദളിപ്പഴത്തിന്റെ വിപണന സാധ്യത നിലച്ചു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 16-ാം തീയതി മുതൽ മട്ടത്തൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കദളിവന പദ്ധതി പുനരാരംഭിക്കുന്നത്. നിലവിൽ കദളിവാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് കദളിപ്പഴം ക്ഷേത്രത്തിലേക്ക് നൽകാനാകും. തിരുവല്ലാമലയിൽ ആഴ്ചകളോളമായി തലയിൽ മുറിവേറ്റ് പുഴുവരിച്ച രീതിയിൽ കാള തെരുവിൽ അലയുന്നു. തെരുവിൽ അലയുന്ന നിരവധി പശുക്കളും കാളകളും ആളുകളെ കുത്തി പരിക്കേൽപ്പിക്കുന്നതും വാഹനങ്ങൾ അപകടപ്പെടുത്തുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇവയെ പിടിച്ചുകെട്ടാൻ അധികൃതർ തയ്യാറാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് അലഞ്ഞു നടക്കുന്ന തെരുവ് കാളകളെ സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുരുവായൂരിന്റെ പുഞ്ചിരിയമായി തിരികെ എത്തി. എരിയുന്ന വയറിനും നീറുന്ന മനസ്സിനും ആശ്വാസം തേടിയാണ് 85ന്റെ നിറവിലും പാലക്കാട്ടുകാരി പുഞ്ചിരിയമായി ഗുരുവായൂരിന്റെ സ്നേഹമണ്ണിൽ എത്തുന്നത്. ഒരു കൈയിൽ തൂക്കുപാത്രവും മറുകൈയിൽ കുഞ്ഞിക്കുടയും പുറത്തൊരു സ്കൂൾ ബാഗും തൂക്കി ക്ഷേത്രനഗരിയുടെ വീഥികളിലൂടെയുള്ള ആ നടത്തത്തിന് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന പ്രകൃതമാണ് ഇവർക്ക് പുഞ്ചിരി അമ്മായി എന്ന പേര് സമ്മാനിച്ചത്. ഭർത്താവ് ചെറുപ്പത്തിലെ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് കൈക്കുഞ്ഞടക്കം 4 മക്കളുമായാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തുന്നത്. തെരുവ് ജീവിതത്തിലൂടെ മക്കളെ വളർത്തി വലുതാക്കി. ഒട്ടേറെ യാതനകളിലൂടെയാണ് ഈ കാലം കടന്നുപോയതെന്ന് ഇവർ പറയുന്നു. 2 തവണ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ദീർഘനാൾ കിടപ്പിലായി.
എങ്കിലും തളർന്നില്ല. കോവിഡിന് ശേഷം രണ്ടാമത്തെ മകൻ ഷെൽവനൊപ്പം പഴമ്പാലക്കോടുള്ള 5 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു താമസം. 3 വർഷം മുൻപ് ഷെൽവൻ മരിച്ചതോടെ ഇവർ മാനസികമായി തളർന്നു. ഒറ്റപ്പെടലിന്റെ നോവറിയാതിരിക്കാൻ ഇവർ ആഴ്ചയിലൊരിക്കൽ ഗുരുവായൂരിലേക്ക് വണ്ടി കയറും. വീടുകൾ കയറിയിറങ്ങി സുഖവിവരങ്ങൾ അന്വേഷിക്കും. എനിക്ക് അവിടെ ചാകാൻ പറ്റില്ലല്ലോ. പണ്ടത് ഉടുക്കാൻ വേണം, കഴിക്കാൻ വേണം, കാശ് വേണം, മരുന്ന് വേണം, എണ്ണ സോപ്പിനൊക്കെ ഞാൻ എവിടെ പോകും? അപ്പൊ ഞാൻ വീണ്ടും വന്നെന്ന് സാറുമാരുടെ അടുത്ത് പറയും. ഇന്നുണ്ടാകും നാളെ പോകും, പിന്നെ പോയിട്ട് കുറെ ദിവസം കഴിഞ്ഞത്. അതേട്ടോ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെറുതെ മരിക്കും. പെൻഷനും ഇല്ല. പെൻഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. പെൻഷനും ഇല്ലല്ലോ. പിന്നെ അവിടെ നിന്ന് അരി അടങ്ങാരി അരി ചോദിക്കും. അതിന് 2 ചപ്പല വിറക് ഒരു അരി വെച്ച് കുടിക്കും. അങ്ങനെ ഇപ്പൊ കഴിയില്ല ഞാൻ. പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ഇല്ലാത്തതിനാൽ മരുന്നിനും യാത്രാ ചിലവിനുള്ള പണവും സ്നേഹമനസ്സുകൾ നൽകും. കാണുന്നവരുടെ മുഖത്തും മനസ്സിലും പുഞ്ചിരി വിരിയിക്കുന്ന പുഞ്ചിരി അമ്മായി എന്നും ഗുരുവായൂരിന് പ്രിയങ്കരിയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. പഴയന്നൂർ പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം വടക്കേത്തറ GLP സ്കൂളിലെ ഹൈടെക് കെട്ടിട നിർമ്മാണം വൈകുന്നു. കെ രാധാകൃഷ്ണൻ MP മന്ത്രിയായിരിക്കെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൽ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുവാനുള്ള ടെൻഡർ നടപടികൾ 8 മാസത്തോളം വൈകിയതോടെ PTA ഇടപെട്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു. തുടർന്ന് കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനുള്ള തുക കൂട്ടിയെങ്കിലും ടെൻഡറുകൾ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. പിന്നീട് രണ്ടാമതും ടെൻഡർ വിളിച്ചു. ഇതിൽ ടെൻഡർ വിളിച്ചയാളും തുക കൂടുതലാണെന്ന് കണ്ട് പിന്നീട് വന്നില്ല. പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണ വിഭാഗം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയാലേ ഇനി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയൂ. പാവറട്ടിയിൽ പന്നിക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. പാവറട്ടി 5-ാം വാർഡ് മനപ്പടി മേഖലയിലാണ് പന്നിക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുന്നത്. മനപ്പടി അറക്കൽ പറപ്പൂക്കാരൻ ഷാജുവിന്റെ വീടിന് സമീപത്തെ കൃഷിയിടത്തിലാണ് പന്നിക്കൂട്ടങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. ചേന, ചേമ്പ്, വാഴ എന്നിവയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, വാർഡ് മെമ്പർ ജോസഫ് ബെന്നി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പന്നികൾ കൃഷി നശിപ്പിക്കുന്നതിന് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തീരുമാനം എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിന്റെ നടപടി പഞ്ചായത്ത് ഭരണസമിതി ഇതിനെ കൊല്ലാനായിട്ട്, അത് വെച്ചാൽ ആദ്യ വാർഡുകളിലൊക്കെ ഇങ്ങനെ 1-2 ആയിട്ട് പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ നന്നായി കൂടുതലായിട്ട് വരുന്നു. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിൽ ലതീഞ്ഞ്, നൊവേന, തിരുക്കർമ്മങ്ങൾ എന്നിവ നടക്കും. രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, കടങ്ങോട് പള്ളി വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട് തുടങ്ങിയവർ സഹകാർമ്മികരാകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. രാവിലെ 7:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഊട്ടുനേർച്ച ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോമൻ മുരിങ്ങാത്തേരി, ജനറൽ കൺവീനർ റാഫേൽ മണ്ടുമ്പാൽ, കൺവീനർ മാത്യു പുത്തൂർ, കൈക്കാരന്മാരായ ഫ്രെഡി നീലങ്കാവിൽ, വിനു പുത്തൂർ എന്നിവർ പങ്കെടുത്തു. പോലീസിൽ പരാതി കൊടുത്തതിന് ചന്ദ്രാപിന്നി സ്വദേശിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ കുഞ്ഞൻ എന്ന സായൂജിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണനാംകുളം സ്വദേശി കാര്യടത്ത് വീട്ടിൽ ഗിരീഷിനെയാണ് ഇയാൾ ആക്രമിച്ചത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,089 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. KC വേണുഗോപാൽ MPക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചു. അദാനിയുടെ മുൻപിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ചൂണ്ടൽ, പുതുശ്ശേരിയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിലും മരങ്ങൾ കടപുഴകി വീണു. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാത വീണ്ടും വെള്ളക്കെട്ടിലായി. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. പിറവം സ്വദേശി ഡാനിയേലാണ് 11ാം വയസ്സിൽ ഭരതനാട്യം പഠിക്കാനെത്തിയത്.
ചാലക്കുടിയിലെ അടിപ്പാത വിഷയം വീണ്ടും ചർച്ചയാകുന്നു. അടിപ്പാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് എംപിയും എംഎൽഎയും തയ്യാറാകാത്തതിനെതിരെ LDF കൌൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. ഉടൻ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരം നടത്തുമെന്ന് വാർഡ് കൌൺസിലർ. അകമലയിൽ അടച്ചുപൂട്ടിയ വനംവകുപ്പ് ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമായത് ജീവനക്കാർക്കിടയിലെ യൂണിയനുകൾ തമ്മിലുള്ള തർക്കം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.